ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ അധരങ്ങളും ഒന്ന് തുറന്ന നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ ദൈവത്തോട് അത്യുച്ചത്തില് മുഴുബലത്തോടെ മുഴുശക്തിയോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. അന്യഭാഷ പ്രാപിച്ചിട്ടുള്ളവര് അന്യഭാഷയിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കാരണം അന്യഭാഷ പറയുന്നവൻ ദൈവത്തോടാണ് സംസാരിക്കുന്നത്, മനുഷ്യരോടല്ല. എങ്കിൽ ആ അന്യഭാഷ പ്രാപിച്ചിട്ടുള്ളവര് അന്യഭാഷയിൽ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഇന്നലെ രാത്രിയിൽ നമുക്കറിയാം, ഇന്നലെ രാത്രിയിൽ എത്രയോ പേര് കിടന്നുറങ്ങി. എന്നാൽ ഇന്ന് പ്രഭാതം കാണുവാൻ കഴിവില്ലാതെ എത്രയോ പേര് ഈ ലോകം വിട്ട് കടന്നുപോയി. എന്നാൽ ഇന്ന് പ്രഭാതം കണ്ടവരും ഈ സമയം കാണുവാൻ കഴിവില്ലാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോഴും ഇന്ന് ആശുപത്രിയുടെ ഉൾമുറിയിൽ അഭയം പ്രാപിക്കുമ്പോഴും നമുക്ക് രോഗമില്ലാഞ്ഞിട്ടാണോ? നമ്മളെ ഒരു സ്കാനിങ് മെഷീനിലോട്ട് കയറ്റി നിർത്തിയാൽ എന്തെല്ലാം രോഗമുണ്ടെന്ന് വൈദ്യശാസ്ത്രത്തിനെ അറിയത്തുള്ളൂ. എങ്കിലും നമ്മളെ ആരോഗ്യത്തോടെ ആയസ്സോടെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന ആ ദൈവത്തിന് അധരത്തെ തുറന്ന് നമുക്ക് തന്ന മുഴുബലത്തോടെ നമുക്ക് തന്ന മുഴു ശക്തിയോടെ ഈ കർത്താവിനെ നമുക്ക് ആരാധിക്കണം. ഇന്ന് എന്നെ ഇവിടേക്ക് ക്ഷണിച്ച ജോമോൻ പാസ്റ്റർ ഫോണിൽ കൂടെയുള്ള പരിചയമേ ഉള്ളൂ. അതുപോലെ തന്നെ തെരിക്കോണിൽ വെച്ച് എൻ്റെ കർത്താവ് എനിക്ക് തന്ന എൻ്റെ പിതാവായിരിക്കുന്ന രായിച്ചാന് ഞാൻ പറയാറുണ്ട്, ഒരു യാദൃശ്യമാണ്. നമ്മുടെ നോട്ടത്തിൽ അത് യാദൃശ്യമെന്ന് പറയും, എന്നാൽ അത് കർത്താവ് മുന്നമേ കണ്ടുവച്ചിരുന്നതാണ്. കാരണം ഞാൻ മണ്ണാർക്കുളഞ്ഞി ജംഗ്ഷനിൽ പരസ്യോഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനേകർ വന്ന് നോക്കി നിൽക്കും, കാണും. അതുപോലെ തന്നെ ഈ രായിച്ചാൻ മാറി നിന്നുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുകയായിരുന്നു. പരസ്യമൊക്കെ കഴിഞ്ഞ് ഓടി എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. എന്നെ കെട്ടിപ്പിടിച്ച എൻ്റെ പിതാവ് എന്നെ ആശ്ലേഷിക്കുന്നത് പോലെ എനിക്ക് ഉമ്മയൊക്കെ തന്ന് എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ നോക്കിയപ്പോൾ ആദ്യം അതിശയിച്ചു പോയി. കാരണം ഒരു വർഷക്കാലമായി എൻ്റെ പിതാവ് എന്നെ വിട്ടു ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ അതേ ഒരു ഷേപ്പിൽ എൻ്റെ പിതാവാണോ എന്ന് ഞാൻ സംശയിച്ചു. കാരണം ഇതുപോലെ തന്നെയാണ് വാർദ്ധക്യത്തിൽ മരണാസന്നതയിൽ കിടക്കുമ്പോൾ നല്ല വണ്ണമൊക്കെയുള്ള ഒരു പിതാവായിരുന്നുവെങ്കിലും പ്രായത്തിൻ്റെ ആധിക്യത്തിൽ ശോഷിച്ച് ഇതേ അച്ചായനെ എങ്ങനെ കാണുന്നു അതേ രീതിയിൽ എനിക്ക് ഒത്തിരി സന്തോഷമായി. അന്ന് മുതലുള്ള ആ സ്നേഹം ആത്മീക സ്നേഹം. അതായത് നമുക്ക് തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഈ ലോകത്തില് നിനക്ക് പിതാവ് നഷ്ടപ്പെട്ടാൽ മാതാവ് നഷ്ടപ്പെട്ടാൽ ഈ ലോകത്തിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ആത്മീക പിതാവാണ്. അങ്ങനെ ആ പിതാവും ഒന്നിച്ച്, അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം വന്ന് ഇവിടെ കടന്നു വന്നപ്പോൾ ഒന്നിച്ച് ഞങ്ങൾ തെരിക്കോടിൽ പരസ്യോഗം ചെയ്ത ഒരു മകൻ എൻ്റെ കൂടെ ഉണ്ട്. കാരണം നിങ്ങൾക്ക് താളാത്മകമായ ഗീതമൊക്കെ പാടുവാൻ തക്കവണ്ണം ആ ഉപകരണത്തെയൊക്കെ ചലിപ്പിച്ച ആ മകൻ വളരെ ദിനങ്ങൾ ഞങ്ങൾ പരസ്യോഗം ചെയ്ത ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. ഇങ്ങനെ പലയിടങ്ങളിൽ പോകുമ്പോൾ എനിക്ക് ആത്മീക മക്കളെ കാണുവാനൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പരസ്യോഗത്തിൽ പങ്കെടുത്ത ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന പ്രിയ സഹോദരന് ഇങ്ങനെ സകലരെയും കാണുവാനൊക്കെ കർത്താവ് സൗകര്യം തരുന്നതോർത്ത് എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് നമുക്കറിയാം, ഈ കടന്നു വന്ന എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത് കർത്താവിൻ്റെ പദ്ധതിയാണ്. കർത്താവ് അത് മുന്നമേ എഴുതി വെച്ചിരിക്കുക. ഞാൻ ഇതുവഴിയൊക്കെ ഞാൻ പലപ്പോഴും പരസ്യോഗത്തിന് ഓരോ സ്ഥലങ്ങളിലേക്ക് കടന്നു പോയിട്ടുണ്ട്. എന്നോട് പലരും ചോദിക്കും, ഇന്ന സ്ഥലം അറിയാമോ? എനിക്കറിയാത്ത സ്ഥലമൊന്നുമില്ല. കാരണം തെരിക്കോടിൽ നേരം വെളുക്കുമ്പോൾ ഒരു മൈക്കും കെട്ടിവെച്ച് ഇറങ്ങുകയാണ്. അതുകൊണ്ട് അല്ലാതെ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ വാഹനങ്ങൾ ദൂരസ്ഥലങ്ങളിൽ പോകുന്നു. അതുകൊണ്ട് മിക്ക സ്ഥലങ്ങളും എനിക്കറിയാം. ഇവിടേക്ക് എന്നെ ക്ഷണിച്ച ഈ ജോമോൻ പാസ്റ്റർ, അതുപോലെ മുഖാന്തരമായ അച്ചായൻ, ഇവിടെ കടന്നു വന്ന ദൈവമക്കള്, മാതാക്കള്, പിതാക്കള്, കുഞ്ഞുങ്ങള്, സഹോദരന്മാരെല്ലാവർക്കും വേഗം വരുന്നവനായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് നമുക്കറിയാം, അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഗീത ശുശ്രൂഷ ഇവിടെ നടന്നു. ഞാൻ ഒത്തിരി സന്തോഷിക്കുക, ഒത്തിരി ഞാൻ സന്തോഷിച്ച് അവിടെ നിന്ന് ആനന്ദിച്ചു. കാരണം അനേക യൗവനക്കാർ ഇന്ന് വൈകിയ വേളയിൽ നമ്മൾ ഷാപ്പിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ബാറിൻ്റെ മുമ്പിൽ അല്ലെ കടത്തിണ്ണയിൽ ഭവനങ്ങളിലൊക്കെ പോകുമ്പോൾ മദ്യപിച്ച് മതോന്മത്തരായി സങ്കടപ്പെടുമ്പോഴും മദ്യം കഴിക്കും, സന്തോഷം വരുമ്പോഴും കഴിക്കും. ഇന്ന് ചോദിക്കും എന്തിനാ മദ്യം കുടിച്ചെന്ന്, അതിൻ്റെ സങ്കടമാണെന്ന് പറയും. എന്നാൽ അതിൽ ആനന്ദം കൊള്ളുമ്പോൾ
എൻ്റെ കർത്താവിനെ ആരാധിക്കുവാൻ തക്കവണ്ണം ഈ യൗവനക്കാരെ കർത്താവ് ഒരുക്കിയതോർത്ത് അവർക്ക് കൊടുത്ത താലന്ത് കുഴിച്ചിടാതെ തൻ്റെ മുഴുബലത്തോടെ കർത്താവിനെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. കാരണം ഒരു താലന്ത് കൊടുത്തവൻ അതിനെ പ്രയോജനപ്പെടുത്തുമ്പോൾ വീണ്ടും കർത്താവ് കൊടുക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ, അവർ ഇവിടെ ഒതുങ്ങി കൂടുവാനുള്ളവരല്ല, ഇവരെ ഭൂലോകത്ത് അയക്കണം, ലോകമെമ്പാടും ഇവരെ അറിയണം, കർത്താവിനെ ആരാധിക്കുന്നെന്നുള്ളത്. നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും അതിന് പകരം നൽകുന്ന ദൈവമാണ്. ഞാനത് എപ്പോഴും പറയാറുണ്ട്. അബ്രഹാമിന്റെ കൂടാരത്തിലേക്ക് 2 ദൂതന്മാർ കടന്നു വന്നു, 3 ദൂതന്മാർ കടന്നു വന്നു. അവർക്ക് 3 ഇടങ്ങഴി മാവ് കുഴച്ച് ഭക്ഷണമൊക്കെ തയ്യാറാക്കി നല്ല കാളയൊക്കെ അറുത്ത് ഭക്ഷണമൊക്കെ കൊടുത്തു. പക്ഷെ എന്താ ചെയ്തത്? കർത്താവ് അതിന് പകരമായി 40 വർഷം മരുഭൂമിയിൽ ഒന്നുമില്ലാത്തടത്ത് മൃഷ്ടാന ഭോജനം നൽകി 25 ലക്ഷത്തിൽ പരം ജനത്തെ പോറ്റി പുലർത്തിയ ദൈവമെങ്കില പകരം നൽകുന്ന ദൈവമാ. അവർക്ക് കൊടുത്ത താലന്തിനൊത്തവണ്ണം മുഴുബലത്തോടെ അവർ കർത്താവിനെ ആരാധിക്കുമ്പോൾ അനേക യൗവനക്കാരി ലോകത്തിന്റെ വേഴ്ചയിലോ പാപത്തിൽ വീണ് മുഴുകുമ്പോൾ ഈ കർത്താവിനെ അറിഞ്ഞന്ന് മുതൽ മുഴുബലത്തോടെ ആരാധിക്കാൻ തക്കവണ്ണം കർത്താവ് അവർക്ക് നിലനിർത്തണമെന്ന് സഭയായിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ ലോകം അറിയണം. അപ്രകാരമാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ടൊക്കെ കടന്നു വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷവും തോന്നി, എന്നാൽ ദുഃഖവും തോന്നി. കാരണം ഞാൻ റാന്നിയിലാണ് എൻ്റെ വീട്. എൻ്റെ പേര് സൂസൻ കോശി എന്നാണ് നിങ്ങളോട് പറഞ്ഞത്. ഇവിടെ അതായത് വിളിച്ചു പറഞ്ഞപ്പോൾ മനസ്സിലാക്കണം, സൂസൻ കോശി എന്നാണ് എൻ്റെ പേര്. റാന്നിയിലാണ്. അതായത് എന്നെ മീറ്റിങ്ങിനൊക്കെ വിളിക്കുന്നവർ ചോദിക്കും, ഭർത്താവ് ഏത് ചർച്ചിൽ ആരാധിക്കുന്നെന്ന് ചോദിക്കും. എന്നാൽ നിങ്ങളോട് പറയട്ടെ, ഒരു ബിസിനസ്സുകാരനാണ്. ഞങ്ങളൊരു സാമുദായിക പശ്ചാത്തലത്തിൽ ആയിരുന്ന ഞങ്ങളെ കർത്താവ് എന്നെ 20 വർഷക്കാലമായി വിളിച്ചു വേർതിരിച്ചു. എന്നാൽ എൻ്റെ ഭർത്താവ് അത് കഴിഞ്ഞ് വളരെ നാളുകൾക്ക് ശേഷം ആ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. ഇന്ന് ബിസിനസ്സിനോട് കൂടി തന്നെ. എന്നാൽ നമുക്കറിയാം, നമ്മുടെ ഭർത്താവ് നമുക്ക് കൈത്താങ്ങലാവുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്, ഇല്ലെങ്കിൽ ഒരുപാട് ഭാരമാണ് നമ്മുടെ ജീവിതത്തിൽ. ഞാൻ പറയും, എനിക്ക് കർത്താവ് ഈ തെരുക്കോണിലും അല്ലെ സ്ഥലങ്ങളിലും ഒക്കെ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ എനിക്ക് പ്രതിഫലം തരുന്നതിനകത്ത് 80% അദ്ദേഹത്തിനാന്ന് പറയും. കാരണം അദ്ദേഹം വിട്ടില്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റുമോ? ഞാൻ തെരുക്കോണിൽ പോകുന്നു, ദൂരദേശങ്ങളിൽ മിക്ക ദിവസം വീട് കാണില്ല. മിക്ക ദിവസം, കാരണം കഴിഞ്ഞ ഏതാനും ദിനങ്ങൾക്ക് മുമ്പ് കുറച്ച് ദിവസങ്ങൾ കൊളംബോയിലായിരുന്നു. ഇങ്ങനെ ഓരോ സ്ഥലത്തും മാറി മാറി പോകുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടായിട്ടല്ലേ. അപ്പോൾ കൂടുതലായിട്ട് പ്രതിഫലം അദ്ദേഹത്തിന് തന്നെയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന അച്ചായന്മാർ ശ്രദ്ധിച്ചോണം, പ്രതിഫലം കൂടുതൽ നിങ്ങൾ മേടിക്കണം. കാരണം നിങ്ങളുടെ ഭാര്യമാരെ, സഹോദരിമാരെ നിങ്ങൾ ഒരുക്കി വിടണം. അവർക്ക് കിട്ടുന്നതിനേക്കാൾ പ്രതിഫലം നിങ്ങൾക്കാണ് കിട്ടുന്നത്. കാരണം അവർ പ്രാർത്ഥിക്കും. അങ്ങനെ എൻ്റെ ഭർത്താവ് ഒരു തികഞ്ഞ ഒരു ബിസിനസ്സുകാരനാണ്. 3 മക്കളുണ്ട്. മൂത്ത മോള് കുടുംബസ്ഥയാണ്, 2 കുഞ്ഞുങ്ങളുണ്ട്. ഈ പാസ്റ്റ് പറഞ്ഞ പോലെ അല്ല, വലിയ പ്രായമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ കാണുന്ന പോലെ ഒന്നുമല്ല. പ്രായം പറഞ്ഞ് എന്നെ കൊച്ചാക്കാനൊന്നുമില്ല. കാരണം ഞാൻ മനസ്സൊരുക്കമുള്ളതാണെങ്കിൽ പ്രായമൊന്നും കാര്യമൊന്നുമില്ലെന്നേ. എന്തൊക്കെ ഇതിനോട് പറഞ്ഞേ, ഈ ബലത്തോടെ പോകാനാ പറഞ്ഞത് അല്ലേ. പ്രായം എത്രയാണെങ്കിലും ആ ബലം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ എന്തിനു ഭാരപ്പെടുന്നു? നമ്മുടെ പ്രാണന്റെ ആധാരമായ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാ ഭാരപ്പെടുന്നത്? ശക്തിയും ബലവും എല്ലാം കർത്താവ് തരും. 3 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മോള് കുടുംബസ്ഥയാണ്, 2 കുഞ്ഞുങ്ങളുണ്ട്. രണ്ടാമത്തെ മോന്, അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ബാങ്ക് ഉദ്യോഗസ്ഥരാണ്. മരുമോള് ഡോക്ടറാണ്. 3-ാമത്തെ മോള് ജോർജിയയിൽ MBBS പഠിക്കുന്നു. സന്തോഷകരമായ ഒരു കൊച്ചു കുടുംബം. ഞങ്ങളുടെ വീടിനോട് ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ചിങ്ങവനം തമ്പിപ്പാസ്റ്ററിൻ്റെ സെക്ഷനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സഭയുണ്ട്. 8 കുടുംബമുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട, കാരണം സാമ്പത്തികമൊന്നും വലിയ ഇല്ലെങ്കിലും അനുഗ്രഹിക്കപ്പെട്ട ഐക്യതയുള്ളൊരു ഒരു സഭയായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇനിയും പുട്ടിന് പീര ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സാക്ഷ്യം പറയാം, കാരണം സമയമില്ലല്ലോ. ഇന്ന് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് എനിക്ക് സന്തോഷമുണ്ടായി, അതുപോലെ തന്നെ സങ്കടവും ഉണ്ടായി. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ഒരാഴ്ചക്കാലം നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി അനുസരണക്കേടിന്റെ മക്കളായി ആ കാഴ്ച ലക്ഷണങ്ങൾ കണ്ട് അകൃത്യത്തിലും പാപത്തിലുമായിരുന്ന എന്നെയും നിന്നെയും കർത്താവ് വിളിച്ചു വേർതിരിച്ചു. എങ്ങനെ? കർത്താവിന്റെ അവസാന തുള്ളി രക്തം വരെയും ചൊരിഞ്ഞു. ആ ദിവസം എൻ്റെ കർത്താവിനെ ക്രൂശിച്ച ദിവസമാണ്. എന്നാൽ നാം ഒരു കാര്യം ചിന്തിക്കണം, ഇന്ന് യഥാർത്ഥത്തിൽ നല്ല ഗുഡ് ഫ്രൈഡേ അല്ലേ, നമ്മൾ സന്തോഷിക്കേണ്ട ദിവസമല്ലേ?
കാരണം ആ കർത്താവ് നമുക്ക് വേണ്ടി ഈ അവസാന തുള്ളി രക്തം ചൊരിഞ്ഞില്ലായിരുന്നുവെങ്കിൽ നമുക്കിന്നിവിടെ വന്നിരിക്കാൻ സാധിക്കുമോ? നാം ഓർക്കണം, ഈ സമാധാന സന്തോഷം നമുക്ക് ലഭിക്കുമോ? ആർക്കും, നമുക്കറിയാം, ഈ ഹോളിൽ വന്നിരിക്കുന്ന സകലർക്കും ആർക്കും കൊടുത്തിട്ടില്ലാത്ത ഒരു സന്തോഷമാണ്. നമ്മുടെ മുമ്പിൽ അനേക പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അനേക രോഗങ്ങളുണ്ട്, തലമുറയുടെ വിഷയമുണ്ട്. എങ്കിലും അതിൽ നിന്നൊക്കെയും നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവം, സകലത്തിനും മതിയായ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതല്ലേ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. എന്നാൽ ഈ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ സകലതും എല്ലാം ഉണ്ടെന്ന് പറയുന്ന അനേകരുടെ ഭവനങ്ങളിൽ, ഞാൻ ഓരോ ഭവനങ്ങളിലും കടന്നു പോകുന്ന വ്യക്തിയായതുകൊണ്ട് എനിക്കറിയാം, ചുറ്റും നോക്കുമ്പോൾ മണിമേടകളാ, വിലക്കൂടിയ വാഹനങ്ങളാ, ബാങ്ക് ബാലൻസ്, അവർക്ക് എവിടെ തന്നെ വീട് സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. പക്ഷേ ഭവനത്തിനുള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്വസ്ഥതയില്ല, സമാധാനമില്ലാത്ത അനേക ഭവനങ്ങൾ, കുടുംബങ്ങളെ എനിക്കറിയാം. എങ്കിലും ഇങ്ങനെയൊന്നും അധികമൊന്നും ഇല്ലെങ്കിലും എൻ്റെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഓടുവാൻ നമുക്ക് ശക്തിയും ബലവും തന്ന് ഓടുന്നത് കൊണ്ട് ആ സമാധാനം അനുഭവിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതേ സമാധാനമാണ്, ലോകം തരുന്ന സമാധാനമല്ല. അതാ കർത്താവ് നമുക്ക് തരുന്നത്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിൽ മദ്യത്തിൽ, മയക്കുമരുന്നില്ല, ഇതര മറ്റുള്ള വേഴ്ചകൾ സന്തോഷം അനുഭവിക്കുമ്പോൾ അത് സ്വല്പം നേരത്തേക്കേ ഉള്ളൂ. എന്നാൽ ഈ കർത്താവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്, ആ സമാധാനം എന്ന് പറയുന്നത് എന്താണ്? നിത്യസമാധാനമാണ്. അത് നമുക്ക് അനുഭവിക്കാൻ കർത്താവ് ഭാഗ്യം നൽകിയതോർത്ത് കർത്താവിനെ സ്തുതിക്കണം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് ദുഃഖം തോന്നി എന്ന് പറയാൻ കാരണം, എല്ലാ സാമുദായിക കുറ്റം പറയല്ല. ഞാൻ ഒരിക്കലും ഒരു മതം ശരിയാണ്, മറ്റു മതം തെറ്റാണ്, ഒരു സഭ ശരിയാണ്, ഞാൻ ആരെയും പറയാറില്ല. കാരണം എങ്കിലും എനിക്ക് ദുഃഖം തോന്നിയ വേള പറയാം. ഞാൻ ഉദാഹരണമായി നടന്നതല്ല, ഉദാഹരണമായിട്ടൊരു കാര്യം പറയാം. അതായത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2023 മാർച്ച് 18 എൻ്റെ പിതാവ് ഞങ്ങളെ വിട്ടു ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയി. പക്ഷേ ഒരു കാര്യം പറയാം, അദ്ദേഹം 96 വയസ്സുണ്ട് പ്രായത്തിൽ കൊച്ചുമക്കളെയും എല്ലാ അനുഗ്രഹങ്ങളും കണ്ടാണ് മടങ്ങിപ്പോയത്. പക്ഷേ എന്നാൽ ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ 2018 അല്ല, ഈ 2023 മാർച്ച് 18 എൻ്റെ പിതാവിനെ, ഉദാഹരണമാണ്, എൻ്റെ പിതാവിനെ, അതായത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉപമകളാൽ പറയുന്നത് പോലെ ഒരു ഉപമയാണ്. കാരണം ആശുപത്രിയുടെ ഉൾമുറിയിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കയറ്റി എന്ന് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയല്ല മരിച്ചത് എന്ന് വിചാരിക്കുക. 2018 മാർച്ച് 18 2023 എൻ്റെ പിതാവിനെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ കയറ്റി. ഞങ്ങൾ മക്കളെ എല്ലാം അറിയിച്ചു, മക്കളും എല്ലാം വന്നു. ഞങ്ങൾ ഓടിച്ചെന്നു, കരഞ്ഞു, വിളിച്ചു. ഐസിയുവിൻ്റെ മുന്നിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ കരയുക. എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള വഴി ഞാൻ പറയുക. ഞങ്ങളെല്ലാവരും കൂടെ കരയുക. ഡോക്ടറോട് ചോദിച്ചു, ഇറങ്ങി വരുന്ന ഡോക്ടറോടും നേഴ്സിനോടൊക്കെ ചോദിച്ചു, എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒന്നും പറയാറായിട്ടില്ല.